ഹസീസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പത്തിരിയാണ്. അതിനാവശ്യമുള്ള സാധനങ്ങൾ: പത്തിരിപ്പൊടി, വെള്ളം, ഉപ്പ്. ഒരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്ന ശേഷം ഉപ്പിട്ട് കൊടുക്കണം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറേശ്ശെയായി പത്തിരിപ്പൊടി കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പത്തിരി നന്നായിട്ട് വാട്ടിയെടുത്താലേ പത്തിരി നല്ല സോഫ്റ്റായി കിട്ടും. ഇല്ലെങ്കിൽ ഭയങ്കര ഹാർഡായി പോവും. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാൻ കഴുകി വൃത്തിയാക്കിയ കൗണ്ടർ ടോപ്പിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ടിട്ട് കുഴച്ചാലും മതി. കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കട്ടകൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. ഇത് നല്ല ചൂടാണ്. ഇപ്പോൾ കൈയിട്ട് കുഴച്ചാൽ കൈ പൊള്ളും. ഒന്ന് ചൂടാറിയ ശേഷം പച്ചവെള്ളം ചേർത്ത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കണം. പണ്ടൊക്കെ ഉരുളിലിട്ട് പൊടിച്ചിട്ടാണ് പത്തിരിപ്പൊടി ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളെല്ലാവരും ഷോപ്പിൽ നിന്നാണ് പത്തിരിപ്പൊടി വാങ്ങിക്കുന്നത്. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഉരുളിൽ വെച്ചിട്ട് ഇടിച്ചുണ്ടാക്കുന്ന പത്തിരിക്കാണ്. നല്ല പോലെ കുഴച്ചെടുക്കണം. എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് പത്തിരി കിട്ടൂ. ഒരു 10 മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക. സൽക്കാരങ്ങൾക്കുള്ളൊക്കെ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് പത്തിരിയും ഇറച്ചിക്കറിയും. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കിയെടുക്കണം. ചെറിയ ചെറിയ ഉരുളകൾ ഉണ്ടാക്കുക. ആദ്യത്തെ ഉരുള റെഡി ആയി കഴിഞ്ഞു. ഇതേപോലെ നമുക്കിനി ബാക്കിയുള്ള ഉരുളകളും കൂടി റെഡിയാക്കി എടുക്കണം. ഉരുളകൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് വലുതാവുകയൊക്കെ ചെറുതാക്കുകയൊക്കെ ചെയ്യാം. ഞാൻ പ്രസ്സിലാണ് പത്തിരി പരത്തുന്നത് കാണിക്കുന്നത്. പ്രസ്സിൽ ഉരുള വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കുക. തിരക്കുള്ള സമയമൊക്കെ ആണെങ്കിൽ ഇതേപോലെ തന്നെ ചട്ടിയിലിട്ട് ചുട്ടെടുത്താൽ മതി. പക്ഷെ അത്ര നൈസ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് പത്തിരി നന്നായിട്ട് പരത്തിയെടുക്കുക. ഞാനിവിടെ PVC പൈപ്പാണ് പരത്താൻ ഉപയോഗിക്കുന്നത്. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നല്ല നൈസായിട്ട് പത്തിരി നമുക്ക് പരത്തിയെടുക്കാൻ പറ്റുമോ. പ്രസ്സിൽ വെച്ച് പരത്തുന്നത് കൊണ്ട് ഏകദേശം റൗണ്ട് ഷേപ്പ് കിട്ടും. അതുകൊണ്ട് മുറിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മുറിച്ചെടുക്കുന്നില്ല പത്തിരി. ആദ്യത്തെ പത്തിരി റെഡി ആയി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള പത്തിരിയും കൂടി ഉണ്ടാക്കിയെടുക്കാം. ഇനി പ്രസ്സില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഉരുള വെച്ചിട്ട് ഒന്ന് അമർത്തി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് മുറിച്ചെടുത്താൽ മതി. അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടും. ഇനി നമുക്ക് ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് പരത്തി വെച്ച പത്തിരി ഇട്ട് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് വാടിയ ശേഷം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. ഇത് വാടിയിട്ടുണ്ട്. ഞാൻ തിരിച്ചിട്ട് കൊടുക്കാൻ പോവാണ്. കുറച്ച് സമയത്തിന് ശേഷം ചെറിയ ചെറിയ കുമ്പിളുകൾ പോലെ ഇങ്ങനെ പൊന്തി വരും. അപ്പം നമുക്കൊന്നുകൂടി തിരിച്ചിട്ട് കൊടുക്കണം. നല്ല വെന്ത് പാകമാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പണ്ടൊക്കെ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ ചട്ടിയിലാണ് പത്തിരി ഉണ്ടാക്കുന്നത്. അതാണ് നല്ല സ്വാദ് കൂടുതൽ.
നന്നായിട്ട് കുമിളകൾ വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. പത്തിരി നന്നായിട്ട് പൊന്തി വന്നു. നമുക്കിനി ഒരു മുറത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇത് ഇതേപോലെ നമുക്ക് എല്ലാ പത്തിരിയും ചുട്ടെടുക്കാം. ചൂടോടുകൂടി നെയ്യും പഞ്ചസാരയും ചേർത്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ ചിക്കൻ കറിയാണ് ഇതിൻ്റെ കൂടെ. തേനോ പാലോ എന്ത് വേണമെങ്കിലും കൂട്ടി കഴിക്കാം ഇതിൻ്റെ കൂടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.